ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സമോസയാണ്. അപ്പോൾ സമോസ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും വരിക. എന്നാൽ ഇത് അങ്ങനെയല്ല, വീല് പോലെ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ഒരു സമോസയാണ്. അതിങ്ങനെ ചുരുൾ പോലെ ചുരുട്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ ചുരുൾ നിവർത്തുമ്പോഴും ഓരോ മടക്ക് നിവർത്തുമ്പോഴും അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് മസാല ഫില്ലായിട്ട് ഇരിപ്പുണ്ട്. വെറും മസാലയല്ല, തന്തൂരി മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് ഞുറുക്കിയെടുത്ത ചിക്കനാണ്. എല്ലില്ലാതെ മാംസം മാത്രം കുഞ്ഞു പീസായിട്ട് ഞുറുക്കിയെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ തന്തൂരി മസാലയാണ്. തന്തൂരി ഫ്ലേവറുള്ള സമോസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്തൂരി മസാല ഇട്ട് കൊടുക്കുകയാണ്. തന്തൂരി മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സമോസ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചിക്കൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സമയമാകുമ്പോഴത്തേക്കും ചിക്കൻ കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം 1.5 കപ്പ് മൈദമാവ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഗോതമ്പ് മാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ 1 കപ്പ് മൈദാമാവും 1 കപ്പ് ഗോതമ്പ് മാവും എടുത്താലും മതി. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി ചേർക്കാതെ മൈദാമാവ് മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകും. അപ്പം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇളക്കി നോക്കിയിട്ട് അതിൻ്റെ പരുവം നോക്കി വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ചൂടുവെള്ളമൊന്നും വേണ്ട, പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുഴച്ചെടുക്കുകയാണ്. നമുക്കൊരു ചപ്പാത്തി പരുവം പോലെയൊക്കെ തന്നെ കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കനും മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സമോസ ഉണ്ടാക്കാനുള്ള മാവും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തന്തൂരി മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ചിക്കൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. സവാള ചോപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓയിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. ഒരു 5-6 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ്. നമ്മളല്ലെങ്കിൽ ഇത് ചതച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ്റെ കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഞുറുക്കിയതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരണം. ഒരുപാട് അങ്ങ് വഴന്ന് ബ്രൗൺ ഒന്നും ആകണ്ട, ഒന്ന് വാടി വന്നാൽ മതി. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 1/4-3 മണിക്കൂറോളം വെച്ചതുകൊണ്ട് തന്നെ ചിക്കൻ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടായി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും ചിക്കൻ കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. ആ ഒരു വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി കിട്ടും. അങ്ങനെ ചിക്കൻ നമുക്ക് കറക്റ്റായിട്ട് വെന്തിട്ട് വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടറ്റോ പുഴുങ്ങിയത് ഉടച്ചത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും അരിഞ്ഞത് ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഇടുമ്പം ഇടയ്ക്ക് വെജിറ്റബിൾസും കൂടി കിടക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് നമ്മൾ ഉടച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തന്തൂരി മസാല റെഡിയാക്കി വെച്ചിരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി അവിടെ മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് മാവും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് എടുക്കുകയാണ് ഞാൻ. കൈ കൊണ്ടൊന്നും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുത്താൽ മതി. ഞാനിപ്പം കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ഷീറ്റിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ആ
ഷീറ്റിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറോ പ്ലാസ്റ്റിക് പേപ്പറോ ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് ചെയ്താലും മതി, അങ്ങനത്തെ പരത്തിയെടുത്താലും മതി. ഇനി വേറൊരു ഷീറ്റ് എടുത്ത് ഞാൻ അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് അതിലും കൂടി ആ ഓയിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ മാവ് ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മുടെ മറ്റേ ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിൻ്റെ പുറത്തുകൂടി അങ്ങ് പരത്തി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എവിടെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും. ഇനി റൂളർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാവണ്ട, എന്നാൽ അത്ര തിക്നെസ്സും ഉണ്ടാവണ്ട, ആ ഒരു രീതിയിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഷേപ്പിനൊക്കെ പരത്താൻ പറ്റുമെങ്കിൽ ആ രീതിക്ക് പരത്തുക. നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ കിട്ടിയാൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ഈ രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് ഒരു സ്ക്വയർ പോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതല്ലേ, അപ്പം അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ആ മസാല എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു എൻഡിൽ കുറച്ച് സ്പ്രെഡ് ചെയ്യാതെ വിട്ടേക്കണം, നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ഈവനായിട്ട് റോൾ ചെയ്യാൻ നോക്കണം, കറക്റ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അങ്ങ് കൈ വെച്ചങ്ങ് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഉരുണ്ട് കിട്ടും. ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ ഷേപ്പായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ സാധാ സമോസ ഉണ്ടാക്കുന്ന കണക്ക് ഓരോ ലീഫും എടുത്ത് സമോസ ലീഫും എടുത്ത് ഷേപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഇത് പെട്ടെന്ന് കാര്യം കഴിയും. അപ്പോൾ റോൾ ചെയ്തെടുത്ത് ഒന്നും കൂടി ഒന്ന് ഉരുട്ടുമ്പോൾ ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടും. ഇനി ഇത് നമുക്ക് ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സൈഡ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഈ ഒരു തിക്നെസ്സുള്ള പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്യണം. ഒരുപാട് ബലം പ്രയോഗിച്ചൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് പോവും. അപ്പോൾ അധികം ഫോഴ്സ് കൊടുക്കാതെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് പോയിട്ടുണ്ട്. അത് കയ്യിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കറക്റ്റായിട്ട് കിട്ടും, മസാലയൊക്കെ അവിടെ ഫിക്സ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പീസസും ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എണ്ണയിലോട്ട് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് മൈദ കലക്കിയ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം ഇടാൻ. അതിന് വേണ്ടിയിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കട്ട്ലറ്റൊക്കെ മുക്കി എടുക്കുന്നത് പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ മൈദ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുക്കിയിട്ടാണ് നമ്മുടെ സമോസ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഓരോ സമോസയായിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മസാലയൊക്കെ ഇളകി എണ്ണയിലോട്ട് വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് അവിടെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ മൈദ കലക്കിയിരിക്കുന്നത്, ഒരുപാട് തിക്നെസ്സിലൊന്നും അല്ല. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഈ ബാറ്ററിലോട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളിത് ഓവനിൽ വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കാനാണെങ്കിൽ ഇതുപോലെ മൈദയുടെ ബാറ്റർ തയ്യാറാക്കാതെ തന്നെ അതുപോലെ വെച്ച് എണ്ണ തടവി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു മൈദ ബാറ്ററിലും കൂടി ഒന്ന് ഇട്ടിട്ടെടുത്തത്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ രണ്ട് സൈഡും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. ആ മസാലയുടെ ഭാഗമൊക്കെ നല്ല ഡാർക്ക് കളർ വരും, മാവിരിക്കുന്ന ഭാഗം ലൈറ്റ് കളറും ആയിരിക്കും. ഈ ഒരു പരുവത്തിനാണ് കിട്ടുക. കാണാൻ നല്ല ലുക്കുമാണ്, കഴിക്കാൻ അതിനേക്കാൾ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ പിൻവീൽ സമോസ, തന്തൂരി പിൻവീൽ സമോസ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.